വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇയ്യോബ് തൻ്റെ സുഹൃത്ത് എലീഫസറിൻ്റെ വാക്കുകൾക്ക് മറുപടി നൽകുന്നു. തൻ്റെ വേദനയുടെ ഗൗരവം അവൻ വിശദീകരിക്കുന്നു. സുഹൃത്തുക്കളുടെ അനാസ്ഥയെ വിമർശിക്കുന്നു. ദൈവത്തോട് തൻ്റെ ദുഃഖം തുറന്നു പറയുന്നു. അയ്യോ, എൻ്റെ വ്യസനമൊന്ന് തൂക്കി നോക്കിയെങ്കിൽ, എൻ്റെ വിപത്ത് തുലാസിൽ വെച്ചാൽ അത് കടൽപ്പുറത്തെ മണലിനേക്കാൾ ഭാരമേറുന്നത്. ജോബ് 6-ാം അധ്യായം 2-3 തിരുവചനങ്ങൾ. ദൈവം തന്നെ തകർക്കുന്നുവെന്നും തൻ്റെ ആത്മാവിൽ ദൈവത്തിൻ്റെ അസ്ത്രങ്ങൾ തറച്ചിരിക്കുന്നുവെന്നും അവൻ പറയുന്നു. തൻ്റെ സഹോദരന്മാർ ഒരു വറ്റിയ തോടുപോലെ തന്നെ ഉപേക്ഷിച്ചുവെന്ന് ഇയ്യോബ് കുറ്റപ്പെടുത്തുന്നു. ദുഃഖിതനോട് സ്നേഹിതൻ ദയ കാണിക്കേണ്ടതാകുന്നു, അല്ലാഞ്ഞാൽ അവൻ സർവശക്തൻ്റെ ഭയം ത്യജിക്കും. ജോബ് 6-ാം അധ്യായം 14-ാം തിരുവചനം. ദൈവം തന്നെ തകർക്കട്ടെ, അതിനാൽ തന്നെ ആശ്വാസം ലഭിക്കുമെന്ന് ജോബ് ആഗ്രഹിക്കുന്നു. ജോബ് ആവശ്യപ്പെടുന്നത് നീതിയുള്ള വാക്കുകളാണ്, ആക്ഷേപമല്ല. സ്നേഹവും കരുണയും ദൈവഭയത്തിൻ്റെ അടിസ്ഥാനമാകണമെന്ന് ജോബ് പറയുന്നു. ജോബ് ദൈവത്തോട് നേരിട്ട് സംസാരിക്കുന്നു. തൻ്റെ വേദനയും ജീവിതത്തിൻ്റെ നിസ്സാരതയും ദൈവത്തിൻ്റെ നിരന്തരമായ നിരീക്ഷണവും അവൻ തുറന്നു പറയുന്നു. സുഹൃത്തുക്കളുടെ ആശ്വാസം ഇല്ലാതായതിൻ്റെ പശ്ചാത്തലത്തിൽ ദൈവം തന്നെ എന്തുകൊണ്ട് ശിക്ഷിക്കുന്നു എന്നുള്ള ചോദ്യങ്ങൾ ജോബ് ഉന്നയിക്കുന്നു. ജീവിതം കഠിനാധ്വാനമാണ്. മനുഷ്യൻ്റെ ജീവിതം കൂലിക്കാരൻ്റെ ദിനങ്ങൾ പോലെയാണ്, തളർച്ചയും കഷ്ടതയും നിറഞ്ഞത്. ജോബ് തൻ്റെ ശരീരവേദനയും ഉറക്കമില്ലായ്മയും വിശദമായി വിവരിക്കുന്നു. ദൈവം ഓരോ നിമിഷവും മനുഷ്യനെ പരിശോധിക്കുന്നു. ജോബ് അതിൽ അസ്വസ്ഥനാകുന്നു. ജോബ് മരണം ജീവിതത്തേക്കാൾ ആശ്വാസകരമെന്ന് പറയുന്നു. ഞാൻ അങ്ങേക്കെതിരെ എന്തു പാപം ചെയ്തു എന്ന ചോദ്യത്തിലൂടെ ദൈവത്തിൻ്റെ നീതിയെ ജോബ് ചോദ്യം ചെയ്യുന്നു. ഞാൻ പാപം ചെയ്തുവെങ്കിൽ അങ്ങ് എന്നെ ലക്ഷ്യമാക്കുന്നത് എന്തിന്? എൻ്റെ ലംഘനം അങ്ങ് പൊറുക്കുകയില്ലേ? എൻ്റെ പാപം ക്ഷമിക്കുകയില്ലേ? ജോബ് 7-ാം അധ്യായം 20-21 തിരുവചനങ്ങൾ. ജോബ് ദൈവത്തോട് ദയയും ക്ഷമയും അപേക്ഷിക്കുന്നു. പരിശുദ്ധാത്മാവേ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.